അടുത്തത് ആനുപാതിക നീതിയാണ്. തുല്യ ജോലിക്ക് തുല്യ പ്രതിഫലം എന്ന പോലെ വ്യത്യസ്ത ജോലികൾക്ക് വ്യത്യസ്ത പ്രതിഫലം നൽകുന്നതാണ് ന്യായവും നീതിയുക്തവും. ഓരോരുത്തർക്കും അവരവരുടെ പ്രയത്നത്തിൻ്റെ അളവും മേന്മയും അടിസ്ഥാനപ്പെടുത്തി അതിന് ആനുപാതികമായ പ്രതിഫലം നൽകണം. സമൂഹം നീതിനിഷ്ഠമാകണമെങ്കിൽ തുല്യ പരിഗണന എന്ന തത്വവും ആനുപാതിക രീതി എന്ന തത്വവും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അടുത്ത പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ. തുല്യരെ തുല്യരായി പരിഗണിക്കുമ്പോൾ വൈകല്യങ്ങളോ അവശതകളോ ഉള്ള ആളുകളെ പ്രത്യേകമായി പരിഗണിക്കണം. സമൂഹത്തിൽ മുന്നോക്കം നിൽക്കുന്നവരെയും പിന്നാക്കം നിൽക്കുന്നവരെയും തുല്യരായി പരിഗണിച്ചാൽ സമൂഹത്തിൽ അസമത്വം നിലനിൽക്കും. പ്രത്യേക പ്രതിഫലങ്ങൾ അഥവാ ചുമതലകൾ വിതരണം ചെയ്യുമ്പോൾ പ്രത്യേക ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതാണ്. ഇന്ത്യയിൽ പിന്നാക്ക വിഭാഗക്കാർക്ക് നൽകുന്ന സംവരണം പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കലിന് ഉദാഹരണമാണ്. അടുത്തത് നീതിനിഷ്ഠമായ വിതരണം. വ്യക്തികളെ ന്യായമായ രീതിയിൽ പരിഗണിക്കുന്ന നിയമങ്ങളും നയങ്ങളും ഉറപ്പുവരുത്താൻ ഗവൺമെൻറ് ശ്രമിക്കണം. അതിലുപരിയായി രാജ്യത്ത് ഗുരുതരമായ സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളുണ്ടെങ്കിൽ സമൂഹത്തിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നീതിനിഷ്ഠമായ വിതരണം നടത്താനും ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കണം. പ്രധാന വിഭവങ്ങൾ അർഹരായ പൗരന്മാർക്കിടയിൽ പുനർവിതരണം ചെയ്യണം. ഇതിനെയാണ് നീതിനിഷ്ഠമായ വിതരണം എന്ന് പറയുന്നത്. അടുത്തത് ജോൺ റോൾസിൻ്റെ നീതി സിദ്ധാന്തം. അമേരിക്കൻ തത്വചിന്തകനായ ജോൺ റോൾസ് തൻ്റെ എ തിയറി ഓഫ് ജസ്റ്റിസ് എന്ന ഗ്രന്ഥത്തിൽ നീതിയുക്തമായ ഒരു സമൂഹ സൃഷ്ടിക്കായി നീതിയുക്തമായ ഒരു തീരുമാനം എങ്ങനെ കൈക്കൊള്ളണമെന്ന് വിവരിക്കുന്നു. എല്ലാവർക്കും നന്മയും നീതിയും ലഭിക്കുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിന് ജനങ്ങൾ അവരുടെ ഭാവിയെക്കുറിച്ച് അജ്ഞരായിരിക്കേണ്ടത് ആവശ്യമാണ്. വരാൻ പോകുന്ന സമൂഹത്തിൽ നാം ആരാകുമെന്നോ ഭാവിയിൽ എന്തെല്ലാം അവസരങ്ങൾ ലഭിക്കുമെന്നോ നമുക്ക് അറിവില്ലാത്ത സാഹചര്യത്തിൽ എല്ലാവർക്കും നന്മയും നീതിയും ലഭിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ആവശ്യമായ നിയമങ്ങളായിരിക്കും നാം പിന്തുണയ്ക്കുക എന്ന് ജോൺ റോൾസ് വാദിക്കുന്നു. ഈ രീതിയിലുള്ള ചിന്തയെ അജ്ഞതയുടെ മൂടുപടം എന്നാണ് റോൾസ് വിശേഷിപ്പിക്കുന്നത്. ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠകൾ നിലനിൽക്കുന്നതിനാൽ ഓരോരുത്തരും സ്വന്തം താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു. ആരോഹണക്രമത്തിൽ ആദരവും അവരോഹണക്രമത്തിൽ വെറുപ്പും അലിഞ്ഞ് ഇല്ലാതായി രൂപപ്പെടുന്ന കരുണാതര സമൂഹമാണ് നീതിനിഷ്ഠമായ സമൂഹം എന്ന് പറഞ്ഞത് ബി.ആർ. അംബേദ്കറാണ്. അടുത്തത് നീതി എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ചെയ്യുന്നത് ശരിയാണോ ചെയ്യാതിരിക്കുന്നത് തെറ്റാണോ എന്നത് മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിക്ക് തൻ്റെ ധാർമ്മികമായ അവകാശമായി മറ്റുള്ളവരിൽ നിന്ന് അവകാശപ്പെടാനാവുന്നതാണ് എന്ന് പറഞ്ഞത് ജെ.എസ്. മില്ലാണ്. ദുർബല വിഭാഗങ്ങൾക്ക് ന്യായമായ അവസരങ്ങൾ ഉറപ്പുവരുത്തുന്ന നിയമങ്ങളുള്ള ഒരു സമൂഹം ഉണ്ടാകണം. ഏറ്റവും മോശം സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്നതാണ് തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് നല്ലതെന്ന് ജനങ്ങൾ തിരിച്ചറിയും. സ്വന്തം താൽപ്പര്യങ്ങൾക്കനുസരിച്ച് അവർ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അത് മൊത്തം സമൂഹത്തിന് പ്രയോജനകരമായി തീരുന്നു. അടുത്തത് അവകാശങ്ങൾ. നീതീകരിക്കാവുന്നതും നയപരവുമായ അവകാശവാദങ്ങളാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. അവകാശങ്ങൾക്ക് രാഷ്ട്രത്തിൻ്റെ അംഗീകാരമുണ്ടായിരിക്കണം. ചുരുക്കത്തിൽ രാഷ്ട്രം അംഗീകരിച്ചിട്ടുള്ള അവകാശവാദങ്ങളാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. അന്തസ്സുള്ള ജീവിതം നയിക്കുന്നതിനും വ്യക്തിത്വ വികസനത്തിന് ആവശ്യമായ അവകാശവാദങ്ങളാണ് അവകാശങ്ങൾ. വിവിധതരം അവകാശങ്ങളെക്കുറിച്ച് താഴെ വിവരിക്കുന്നു. ഒന്നാമത്തേത് രാഷ്ട്രീയ അവകാശങ്ങൾ. വോട്ടവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, രാഷ്ട്രീയ കക്ഷികൾ രൂപീകരിക്കാനുള്ള അവകാശം, ഗവൺമെൻറ് ഉദ്യോഗം വഹിക്കുന്നതിനുള്ള അവകാശം, അഭിപ്രായം പറയാനുള്ള അവകാശം, വിമർശിക്കാനുള്ള അവകാശം എന്നിവയാണ് രാഷ്ട്രീയ അവകാശങ്ങളിൽ പെടുന്നത്. രാഷ്ട്രീയ അവകാശങ്ങൾക്ക് അനുബന്ധമാണ് പൗരാവകാശങ്ങൾ. സ്വതന്ത്രവും നീതിയുക്തവുമായ വിചാരണയ്ക്കുള്ള അവകാശം, തുല്യ പരിഗണനയ്ക്കുള്ള അവകാശം, സംഘടിക്കാനുള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശം എന്നിവയാണ്. അടുത്ത സാമ്പത്തിക അവകാശങ്ങൾ. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാവശ്യമായിട്ടുള്ള അവകാശങ്ങളാണിവ. ജോലി ചെയ്യാനുള്ള അവകാശം, ന്യായമായ കൂലി ലഭിക്കുന്നതിനുള്ള അവകാശം, തൊഴിൽ സംഘടന രൂപീകരിക്കുന്നതിനുള്ള അവകാശം, വിമർശിക്കാനുള്ള അവകാശം എന്നിവയെല്ലാം ഇതിൽ പെടുന്നു. അടുത്തതായിട്ട് സാംസ്കാരിക അവകാശങ്ങളാണ്. മിക്ക ജനാധിപത്യ രാജ്യങ്ങളും സാംസ്കാരിക അവകാശങ്ങളെ അംഗീകരിക്കുന്നു. മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം, ഒരു വ്യക്തിക്ക് സ്വന്തം ഭാഷയും സംസ്കാരവും
പിന്തുടരുന്നതിനുള്ള അവകാശം എന്നിവയാണിവ. അടുത്തത് അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും. അവകാശങ്ങൾ രാഷ്ട്രത്തിന് മേലും വ്യക്തികളുടെ മേലും ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്നു. ഒരു വ്യക്തിക്ക് അവകാശങ്ങൾ ലഭിക്കുന്നത് സമൂഹത്തിൽ നിന്നാണ്. ഈ അവകാശങ്ങൾ അനുഭവിക്കണമെങ്കിൽ അയാൾ സമൂഹത്തോടുള്ള ചില കടപ്പാടുകൾ നിറവേറ്റണം. ഇതിനെയാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. സമൂഹത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നതത്രയും തന്നെ തിരിച്ചു നൽകാനും വ്യക്തി ബാധ്യസ്ഥനാണ്. പൊതു നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കണമെന്ന ബോധവും സ്വന്തം അവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണവും മറ്റുള്ളവരുടെ അവകാശങ്ങളെ മാനിക്കാനും ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വങ്ങളാണ്. 1945 ഡിസംബറിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. അടുത്തത് ദേശീയത. രാഷ്ട്രം എന്നാൽ അതിലെ അംഗങ്ങളുടെ വിശ്വാസങ്ങളെയും അഭിലാഷങ്ങളെയും ഭാവനകളെയും ഏകോപിപ്പിക്കുന്ന ഒരു സാങ്കല്പിക സമൂഹമാണ്. ഒരു രാഷ്ട്രത്തിലെ ജനങ്ങൾക്കിടയിലുള്ള ഏകതാബോധവും കൂട്ടായ്മയുമാണ് ദേശീയത എന്ന് പറയുന്നത്. ദേശരാഷ്ട്രങ്ങളും ദേശീയതയുമാണ് അടുത്തതായിട്ട് തങ്ങൾ ഉൾപ്പെടുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു കൂട്ടം സങ്കല്പങ്ങളുടെ കൂട്ടിച്ചേരലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ദേശരാഷ്ട്രം. നിരവധി ഘടകങ്ങൾ ദേശീയതയുടെ വളർച്ചയെ സ്വാധീനിക്കുന്നു. ചരിത്രം, ഭൂപ്രദേശം ഇതിന് ഉദാഹരണങ്ങളാണ്. ചരിത്രമായിട്ട് രാഷ്ട്രത്തിൻ്റെ നീണ്ട കാല ചരിത്രവും പൈതൃകവും ജനങ്ങളെ ദേശീയത വളർത്തുന്നു. ഭൂപ്രദേശം. ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് ദീർഘകാലമായി ജീവിക്കുന്ന ജനങ്ങൾ അതിനെ ഒരു ദേശമായി കാണുന്നു. മാതൃദേശത്തെ ദേശരാഷ്ട്രങ്ങൾ വ്യത്യസ്ത രീതിയിൽ ചിത്രീകരിക്കുന്നു. ഉദാഹരണം മാതൃഭൂമി, പിതൃഭൂമി, വിശുദ്ധ ദേശം തുടങ്ങിയവയാണ്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ. ബാഹ്യമായ വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ജനങ്ങളുടെ ഇടയിൽ കാണപ്പെടുന്നുണ്ടെങ്കിലും കാലങ്ങളായി നമ്മെ എല്ലാം ബന്ധിപ്പിക്കുന്ന ഉജ്ജ്വലമായ ഒരുമ നമുക്കുമേൽ പതിച്ച എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ വിധിയെയും നിർഭാഗ്യങ്ങളെയും അതിവർത്തിച്ചുകൊണ്ട് നിലനിൽക്കുന്നു. ഇതിന് യഹൂദർ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ചിതറിപ്പോയെങ്കിലും പാലസ്തീൻ തങ്ങളുടെ വാഗ്ദത്ത ദേശമാണെന്ന് എല്ലായ്പ്പോഴും അവകാശപ്പെടുന്നു. അടുത്തതായിട്ട് പങ്കുവയ്ക്കപ്പെട്ട വിശ്വാസങ്ങൾ. ദേശരാഷ്ട്രം രൂപീകരിക്കുന്നത് ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു സ്വതന്ത്ര രാഷ്ട്രീയ അസ്തിത്വം ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങളുടെ കൂട്ടായ അസ്തിത്വത്തെയും ഭാവിയെയും കുറിച്ചാണ് ദേശരാഷ്ട്രം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ പൊതുവായ വിശ്വാസങ്ങൾ, ഐതിഹ്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നിയമങ്ങൾ എന്നിവ ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് ഏറെക്കാലം ഒരുമിച്ച് താമസിക്കുകയും പൊതുവായ ഒരു ഭൂതകാലം പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളിൽ ഏകതാബോധം രൂപപ്പെടുന്നു. അടുത്ത് പങ്കുവയ്ക്കപ്പെട്ട രാഷ്ട്രീയാദർശങ്ങൾ. ദേശരാഷ്ട്രത്തിലെ അംഗങ്ങൾ അവർ രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രത്തെക്കുറിച്ച് പൊതുവായ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നു. ജനാധിപത്യം, മതേതരത്വം, ഉദാരവാദം തുടങ്ങിയ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്. ജനാധിപത്യം, മതേതരത്വം, പാർലമെന്ററി ജനാധിപത്യം, സോഷ്യലിസം, ലിബറലിസം എന്നീ ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നു. പൊതുവായ ഭാഷയും പൊതുവായ സംസ്കാരവും ദേശീയബോധം വളരുന്നതിന് കാരണമാകുന്നു. കാനഡയിലെ ക്യൂബക്കുകൾ, വടക്കൻ സ്പെയിനിലെ ബാസ്കുകൾ, തുർക്കിയിലെയും ഇറാഖിലെയും കുർദുകൾ, ശ്രീലങ്കയിലെ തമിഴർ എന്നീ വിഭാഗങ്ങൾക്കിടയിൽ ദേശീയവാദത്തോടൊപ്പം നിലവിലുള്ള രാഷ്ട്രത്തെ വിഭജിക്കണമെന്ന ഭീഷണി ഉയരുന്നുണ്ട്. അടുത്തത് പൊതുവായ രാഷ്ട്രീയ സമത്വം. ഒരു മതത്തിനോ പ്രത്യേക ഭാഷയ്ക്കോ കൂടുതൽ പ്രാധാന്യം നൽകാതെയും സ്വാതന്ത്ര്യം, തുല്യപരിഗണന എന്നിവയിൽ നിയന്ത്രണങ്ങൾ വയ്ക്കാതെയും ഒരു രാഷ്ട്രത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയണം. രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കൂട്ടം മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം ജനാധിപത്യം. അടുത്ത ദേശീയ സ്വയം നിർണയാവകാശം. സ്വയം ഭരിക്കുന്നതിനും ഭാവിയിലെ തങ്ങളുടെ വികസനം നിശ്ചയിക്കുന്നതിനുമുള്ള ദേശരാഷ്ട്രങ്ങളുടെ അവകാശത്തെ സ്വയം നിർണായക അവകാശമായി കണക്കാക്കാവുന്നതാണ്. ഏഷ്യയിലും ആഫ്രിക്കയിലും നടന്ന വിമോചന പ്രസ്ഥാനങ്ങളിലും ഉയർന്നു വന്നത് സ്വയം നിർണയാവകാശവാദങ്ങളാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം കോളനികളിലെ ജനതയ്ക്ക് അന്തസ്സും അംഗീകാരവും നേടിക്കൊടുക്കുമെന്നും അവരുടെ കൂട്ടായ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുമെന്നും ദേശീയ പ്രസ്ഥാനങ്ങൾ ഉദ്ഘോഷിച്ചു. ദേശത്തിന് ലഭ്യമാകേണ്ട നീതി, അവകാശങ്ങൾ, സമൃദ്ധി എന്നീ ലക്ഷ്യങ്ങളാണ് മിക്കവാറും എല്ലാ ദേശീയ വിമോചന പ്രസ്ഥാനങ്ങളെയും പ്രചോദിപ്പിച്ചത്. എന്നിരുന്നാലും ഇവിടെയും വ്യതിരിക്തമായ ദേശീയത അവകാശപ്പെട്ട എല്ലാ സാംസ്കാരിക വിഭാഗങ്ങൾക്കും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും രാഷ്ട്രപദവിയും നൽകുക എന്നത് അസാധ്യമാണ്.
അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ കുടിയേറ്റവും അതിർത്തി യുദ്ധങ്ങളും അക്രമങ്ങളും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ദേശീയ പ്രക്ഷോഭങ്ങളിലൂടെ സ്വാതന്ത്ര്യം നേടിയ ദേശരാഷ്ട്രങ്ങൾ തങ്ങളുടെ അതിർത്തിക്കുള്ളിലെ ദേശീയ സ്വയം നിർണയാവകാശവാദം നടത്തുന്ന ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നു. അടുത്തത്, വിവിധ സാംസ്കാരിക, ദേശീയ, വംശീയ വിഭാഗങ്ങളിലെ ജനങ്ങൾ സഹവർത്തിത്വത്തോടെയും തുല്യ പൗരത്വത്തോടെയും അധിവസിക്കുന്നതിന് സ്വയം നിർണയാവകാശം ഒരു കരുത്തുറ്റ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. അടുത്തതായിട്ട്, ദേശീയതയും ബഹുസ്വരതയും. ഒരു രാഷ്ട്രം ഒരു സംസ്കാരം എന്ന ആശയത്തിനുമപ്പുറം ഒരു രാഷ്ട്രത്തിനുള്ളിൽ വിഭിന്ന സംസ്കാരങ്ങളുടെയും സമുദായങ്ങളുടെയും നിലനിൽപ്പിനാവശ്യമായ വിവിധ മാർഗങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. വിവിധ രാജ്യങ്ങളിൽ ന്യൂനപക്ഷ ഭാഷ മത-സാംസ്കാരിക വിഭാഗങ്ങൾക്ക് ഭരണഘടന നൽകിയിരിക്കുന്ന പരിരക്ഷ സംഘാവകാശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ ചില പ്രത്യേക സമുദായങ്ങൾക്ക് നിയമനിർമ്മാണ സഭയിലും ഗവൺമെൻറ്റിൻ്റെ മറ്റു സ്ഥാപനങ്ങളിലും പ്രാതിനിധ്യം നൽകിയിരിക്കുന്നു. ഈ സമുദായങ്ങളിലെ അംഗങ്ങൾക്ക് തുല്യ നിയമ പരിരക്ഷയും തുല്യ പരിഗണനയും ഉറപ്പാക്കാനും അതുപോലെ തന്നെ അവരുടെ സാംസ്കാരിക സ്വത്വം സംരക്ഷിക്കുന്നതിനുമാണ് ഈ അവകാശങ്ങൾ നൽകിയിരിക്കുന്നത്. അടുത്തത്, സ്വയം നിർണയ അവകാശം എന്നതിനെ രാഷ്ട്രത്തിനുള്ളിൽ തന്നെ ഒരു ദേശീയതയ്ക്ക് ചില ജനാധിപത്യ അവകാശങ്ങൾ നൽകുകയാണ് വേണ്ടതെന്ന് പുനർവ്യാഖ്യാനിക്കുന്നു. അടുത്തത്, ദേശീയതയ്ക്കെതിരെയുള്ള ടാഗോറിൻ്റെ വിമർശനം. രാജ്യസ്നേഹമാകരുത് നമ്മുടെ അന്തിമമായ ആത്മീയ അഭയസ്ഥാനം. മാനവികതയാണ് എൻ്റെ അഭയകേന്ദ്രം. വജ്രത്തിൻ്റെ അതേ വിലയ്ക്ക് ഞാൻ സ്ഫടികം വാങ്ങാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാനവികതയ്ക്കുമേൽ രാജ്യസ്നേഹം വിജയം കൈവരിക്കാൻ അനുവദിക്കുകയില്ല. അടുത്തത്, മതേതരത്വം. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന രാഷ്ട്രമാണ് മതേതര രാഷ്ട്രം. മതേതര രാഷ്ട്രത്തിൽ ഔദ്യോഗികമായ മതം ഉണ്ടായിരിക്കില്ല. എല്ലാ മതങ്ങൾക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള അവകാശമുണ്ടായിരിക്കും. അടുത്തത്, മതേതര രാഷ്ട്രം. പുരോഹിതക്രമം അനുസരിച്ച് ഭരണം നടത്തുന്ന രാഷ്ട്രത്തെ മത അധിഷ്ഠിത രാഷ്ട്രം എന്നാണ് വിളിക്കുന്നത്. അമേരിക്കൻ മാതൃകയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പൊതുവായി നിലനിൽക്കുന്ന മാതൃകകളിൽ മതവും രാഷ്ട്രവും തമ്മിലുള്ള വേർതിരിവിനെ പരസ്പരം ഒഴിവാക്കൽ എന്നാണ് അർത്ഥമാക്കുന്നത്. നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടിൽ മതേതരത്വം എല്ലാ മതങ്ങൾക്കും രാഷ്ട്രത്തിൻ്റെ തുല്യ സംരക്ഷണം എന്നായിരുന്നു. അടുത്തത്, മതമേധാവിത്വം. എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും രാജ്യത്തിൻ്റെ ഏതു ഭാഗത്തും സ്വാതന്ത്ര്യത്തോടും അന്തസ്സോടും കൂടി ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഭരണഘടന പ്രഖ്യാപിക്കുന്നു. 1984 ഡൽഹിയിലും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുമായി 4000-ഓളം സിഖുകാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് ഇരകളുടെ കുടുംബാംഗങ്ങൾ വിശ്വസിക്കുന്നു. ആയിരക്കണക്കിന് ഹിന്ദു കാശ്മീരി പണ്ഡിറ്റുകൾക്ക് കാശ്മീർ താഴ്വരയിൽ നിന്നും അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 2 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവർക്കിനിയും ജന്മനാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. 2002 ഗുജറാത്തിൽ 2000-ഓളം മുസ്ലിങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. അക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ഗ്രാമങ്ങളിലേക്ക് ഇനിയും മടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത, ആന്തരിക മതമേധാവിത്വം. ഒരു മതത്തിനുള്ളിലുള്ള ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തോട് കാണിക്കുന്ന മേധാവിത്വവും വിവേചനവുമാണ് ആന്തരിക മതമേധാവിത്വം എന്ന് പറയുന്നത്. ഒരു മതത്തിനുള്ളിൽ തന്നെയുള്ള ജാതി വിവേചനവും സ്ത്രീകളോടുള്ള വിവേചനവും യാഥാസ്ഥിതിക മേധാവിത്വവുമെല്ലാം ആന്തരിക മതമേധാവിത്വത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. മതേതരത്വം തത്വ അധിഷ്ഠിതമായ അകലം പാലിക്കുക എന്ന നയമാണ് ഇന്ത്യൻ മതേതരത്വം പിന്തുടരുന്നത്. അടുത്ത, പാശ്ചാത്യ മതേതരത്വത്തിൽ രാഷ്ട്രവും മതവും പരസ്പരം ഇടപെടാതെ കർശനമായ അകലം പാലിക്കുന്നു. രാഷ്ട്രം മതം രാഷ്ട്രകാര്യങ്ങളിലോ ഇടപെടുന്നില്ല. രാഷ്ട്രത്തിൻ്റെ നിയമ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നിടത്തോളം മതസമുദായങ്ങളുടെ പ്രവർത്തനത്തെ രാഷ്ട്രം തടസ്സപ്പെടുത്തുന്നില്ല. വ്യക്തികൾക്കും വ്യക്തികളുടെ അവകാശങ്ങൾക്കുമാണ് പ്രാധാന്യം നൽകുന്നത്. സാമുദായിക
അടിസ്ഥാനത്തിലുള്ള അവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ല. മാത്രമല്ല, മതപരിഷ്കരണത്തെ രാഷ്ട്രം പിന്തുണയ്ക്കുകയോ മതസ്ഥാപനങ്ങൾക്ക് സാമ്പത്തികമായ സഹായം നൽകുകയോ ചെയ്യുന്നില്ല. അടുത്തത് ഇന്ത്യൻ മതേതരത്വം. ഇന്ത്യൻ മതേതരത്വത്തിൽ രാഷ്ട്രം മതകാര്യങ്ങളിൽ തത്വാധിഷ്ഠിതമായ ഇടപെടൽ നടത്തുന്നു. വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം മത സമുദായങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കുന്നു. മതന്യൂനപക്ഷങ്ങൾക്ക് അവരുടേതായ സംസ്കാരം നിലനിർത്താനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാനും അവകാശമുണ്ട്. മാത്രമല്ല, രാഷ്ട്ര പരിഷ്കരണത്തിനെ പിന്തുണയ്ക്കുന്നു. അയിത്ത നിർമ്മാർജ്ജനവും ശൈശവ വിവാഹ നിരോധനവും ഇതിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് സമാധാനം. യുദ്ധത്തിൻ്റെ അഭാവമാണ് സമാധാനമെന്നും ഹിംസാത്മക പോരാട്ടങ്ങളുടെ അഭാവമാണ് സമാധാനമെന്നും നിർവചിക്കാറുണ്ട്. എന്നാൽ ഈ നിർവചനങ്ങൾ പൂർണ്ണമല്ല. സമാധാന ഘടനയിലാണ് അക്രമം പലപ്പോഴും വേരുറപ്പിച്ചിട്ടുള്ളത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങളും ചൂഷണങ്ങളും ഹിംസയ്ക്ക് കാരണമാകാറുണ്ട്. ആയതിനാൽ അസമത്വത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും അഭാവമാണ് സമാധാനം എന്ന് നിർവചിക്കാം. 19-ാം നൂറ്റാണ്ടിലെ ജർമ്മൻ തത്വചിന്തകനായിരുന്ന ഫ്രെഡറിക് നീഷെ യുദ്ധത്തെ മഹത്വവൽക്കരിച്ചവരിൽ ഒരാളായിരുന്നു. നാഗരികത വളർച്ച പ്രാപിക്കുന്നത് സംഘട്ടനങ്ങളിലൂടെയാണെന്ന് നീഷെ വിശ്വസിച്ചു. ഇറ്റാലിയൻ സാമൂഹിക ചിന്തകനായ വിൽഫ്രെഡോ പാരറ്റോ ലക്ഷ്യപ്രാപ്തിക്കായി ബലപ്രയോഗം നടത്താൻ കഴിവും മടിയുമില്ലാത്തവരാണ് മിക്ക സമൂഹങ്ങളും ഭരണാധികാരികളായി തീരുന്നതെന്ന് വാദിച്ചു. സിംഹങ്ങൾ ലയൺസ് എന്നാണ് അദ്ദേഹം അവരെ വിശേഷിപ്പിച്ചത്. അടുത്ത സമാധാനത്തിൻ്റെ അർത്ഥം. യുദ്ധത്തിൻ്റെ അഭാവം എന്നാണ് സാധാരണയായി സമാധാനത്തെ നിർവചിക്കാറുള്ളത്. മറ്റൊരു തരത്തിൽ സമാധാനം എന്നത് യുദ്ധം, കലാപം, കൂട്ടക്കൊലകൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ശാരീരികമായ ആക്രമണങ്ങൾ തുടങ്ങിയവയുടെ അഭാവമാണ്. അടുത്ത ഘടനാപരമായ ഹിംസയുടെ രൂപങ്ങൾ. ഫോംസ് ഓഫ് സ്ട്രക്ചറൽ വയലൻസ്. പുരുഷാധിപത്യം എന്ന സാമൂഹിക സംവിധാനം വ്യവസ്ഥാപിതമായി സ്ത്രീകളെ പുരുഷന്മാരുടെ ആജ്ഞാനുവർത്തികളാക്കുന്നതിലേക്കും അവർക്കെതിരെയുള്ള വിവേചനത്തിലേക്കും നയിക്കുന്നു. ഭ്രൂണഹത്യ, പെൺകുട്ടികൾക്ക് ആവശ്യമായ പോഷകാഹാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും നിഷേധം, ശൈശവ വിവാഹം, ഭർതൃപീഡനം, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, ജോലിസ്ഥലങ്ങളിൽ വെച്ചുള്ള ലൈംഗിക അതിക്രമം, ബലാത്സംഗം, ദുരഭിമാനക്കൊല എന്നിവയെല്ലാം ഇതിൻ്റെ പ്രത്യക്ഷ രൂപങ്ങളാണ്. അടുത്തത് വിദേശികൾ അന്യപ്രദേശങ്ങളിലെ ജനതയെ ദീർഘകാലമായി പ്രത്യക്ഷത്തിൽ കീഴടക്കി വരുന്നതിൻ്റെ കോളനി വൽക്കരണം എന്ന് പറയുന്നു. ഇത് ഇസ്രായേലിൻ്റെ മേധാവിത്വത്തിനെതിരെ പാലസ്തീനിയൻ ജനത നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം കൊളോണിയലിസത്തെ കുറിക്കുന്നു. നീഗ്രോകളുടെ അടിമത്തത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടി 1865 വരെ അമേരിക്ക വംശീയതയെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ജർമ്മനിയിൽ യഹൂദരെ കശാപ്പ് ചെയ്യുന്നതിനും ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനും 1992 വരെ ദക്ഷിണാഫ്രിക്കയിലെ വെളുത്ത വർഗ്ഗക്കാരുടെ നിയന്ത്രണത്തിലുള്ള സർക്കാർ അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന കറുത്ത വർഗ്ഗക്കാരായ ജനങ്ങളെ രണ്ടാം തരം പൗരന്മാരായാണ് കണക്കാക്കിയിരുന്നത്. വംശീയത ഇപ്പോഴും പാശ്ചാത്യ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. പഹല ഗിർമറ്റിയ എന്ന പുസ്തകം എഴുതിയത് ഗിരിരാജ് കിഷോറാണ്. അടുത്തത് ഹിംസയുടെ ഉന്മൂലനമാണ്. മനുഷ്യ മനസ്സുകളിൽ നിന്നാണ് യുദ്ധം ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് സമാധാനത്തിനായുള്ള പ്രതിരോധങ്ങൾ ഉയരേണ്ടത് മനുഷ്യ മനസ്സിൽ തന്നെയാണ്. കംബോഡിയയിലെ ഖമറൂഷ് ഭരണം വിപ്ലവാത്മക ഹിംസയുടെ ഭയാനകമായ ഭവിഷ്യത്തുകളുടെ ഉദാഹരണമാണ്. കർഷക ജനതയുടെ മോചനത്തിനായി നിലകൊണ്ട പോൾ പോട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് സമൂഹം പടുത്തുയർത്തുന്നതിനു വേണ്ടി ഭീകരമായ ഭരണരീതികൾ ആവിഷ്കരിച്ചു. 1975 മുതൽ 1979 വരെയുള്ള കാലഘട്ടത്തിൽ ഭീകരവാഴ്ച വിടുകയും ഏകദേശം 17 ലക്ഷത്തോളം കംബോഡിയൻ ജനതയുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. 1960-കളിൽ മാർട്ടിൻ ലൂഥർ കിങ് ഗാന്ധിജിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരോട് കാണിച്ച വംശീയ വിഭജനത്തിനെതിരെ പോരാടി. അടുത്ത സമാധാനവും രാഷ്ട്രവും. പീസ് ഓഫ് ദ സ്റ്റേറ്റ്. ഓരോ രാഷ്ട്രവും സ്വതന്ത്രവും പരമാധികാരവുമാണെന്ന നിലയിൽ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തിലൂടെ അതിനെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളതാക്കുകയും ഫലപ്രദമായ ഒരു പൗരാവകാശ വ്യവസ്ഥയിലൂടെ അതിനെ നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് സ്ഥായിയായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും.
അടുത്ത സമാധാന സ്ഥാപനത്തിനുള്ള വ്യത്യസ്ത സമീപനങ്ങൾ, ഡിഫറെൻ്റ് അപ്രോച്ച് ടു ദ പേഴ്സ്യൂട്ട് ഓഫ് പീസ്. രാഷ്ട്രങ്ങൾ തമ്മിൽ ആഴത്തിലുള്ള വേരൂന്നപ്പെട്ട ശത്രുതാപരമായ സ്വഭാവത്തെ അനുകൂലിക്കുന്നു. എന്നാൽ ഇത് രാഷ്ട്രങ്ങളുടെ പുരോഗമനപരമായ നിലനിൽപ്പിനും അതുപോലെ പരസ്പര ആശ്രയത്തിനുമുള്ള സാധ്യതകൾക്കും ഊന്നൽ നൽകുന്നു. ഇത് രാഷ്ട്രങ്ങൾക്കിടയിൽ വളർന്നു വരുന്ന സാമൂഹികവും സാമ്പത്തികവുമായ സഹകരണത്തിന് ഊന്നൽ നൽകുകയും സമാധാനത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് ലോകത്തെ നയിക്കുകയും ചെയ്യുന്നു. ഭീകരവാദികളുടെ ഗറില്ല യുദ്ധ തന്ത്രങ്ങളും ലോകത്തെ പ്രധാനശക്തികളുടെ ദുർമോഹങ്ങളും ഇല്ലായ്മ ചെയ്യുന്നതിൽ അന്തർദേശീയ സമൂഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പ്രത്യേക വർഗത്തെ അല്ലെങ്കിൽ വിഭാഗത്തെ ബോധപൂർവം ഒന്നടങ്കം കൊന്നൊടുക്കുന്നതായ വംശഹത്യയെ മൂകസാക്ഷിയായി നോക്കി നിൽക്കാനേ UNOയ്ക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടുള്ളൂ. 1994 ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിൽ 5 ലക്ഷത്തോളം വരുന്ന ടുട്സി വംശജരെ അവിടുത്തെ ഹുട്ടൂസ് വംശജർ കൊന്നൊടുക്കിയപ്പോൾ ഉണ്ടായ സംഭവഗതികൾ ഇതിന് ഉദാഹരണമാണ്. അടുത്തത് സമാധാനവാദമാണ്. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിൽ യുദ്ധത്തിനെയോ അല്ലെങ്കിൽ ഹിംസയെയോ എതിർക്കുന്നതാണ് സമാധാനവാദം. ഹിംസയെ ഏത് സാഹചര്യത്തിലും ഉപയോഗിക്കുന്നതിനെ പൂർണ്ണമായും എതിർക്കുന്നതോടൊപ്പം നയതന്ത്ര മാർഗങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളുടെ ഒരു ഭരണരാജി തന്നെ ഇത് കൊണ്ടുവരുന്നു. ഡോവ അല്ലെങ്കിൽ ഡോവിഷ് എന്നീ അനൗപചാരിക പദങ്ങളാണ് യുദ്ധം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ദ ഫ്ലവേഴ്സ് ഓഫ് ഹിരോഷിമ എന്ന നോവൽ എഴുതിയത് എഡിറ്റ് മോറിസ് ആണ്. അടുത്തത് വികസനമാണ്. വികസനത്തിൻ്റെ വെല്ലുവിളി. 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോടുകൂടിയാണ് വികസനം എന്ന സങ്കല്പത്തിന് പ്രാധാന്യം ലഭിക്കുന്നത്. ഏഷ്യയിലും ആഫ്രിക്കയിലുമുള്ള ധാരാളം രാജ്യങ്ങൾ വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയിൽ വളരെ പിന്നോക്കമായിരുന്നു. ഈ രാജ്യങ്ങൾ 1950 മുതൽ 60 കാലഘട്ടങ്ങളിൽ കോളനി വാഴ്ചയിൽ നിന്നും മുക്തമാക്കപ്പെട്ടു. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പോഷകാഹാരക്കുറവ്, നിരക്ഷരത, വലിയൊരു ജനവിഭാഗങ്ങൾക്ക് അടിസ്ഥാന ആവശ്യങ്ങളുടെ അഭാവം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണുക എന്നതായിരുന്നു ഇവരുടെ മുഖ്യ ലക്ഷ്യം. ആദ്യ കാലഘട്ടത്തിൽ വികസനം എന്നത് പാശ്ചാത്യ സാമ്പത്തിക വളർച്ചയും സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണവുമായിരുന്നു. വികസ്വര രാജ്യങ്ങൾ തങ്ങളുടെ മുഖ്യ ലക്ഷ്യമായി കരുതിയത് ഉയർന്ന സാമ്പത്തിക വളർച്ചയാണ്. വികസ്വര രാജ്യങ്ങൾ വ്യവസായവൽക്കരണം, കാർഷിക മേഖലയുടെ നവീകരണം, വിദ്യാഭ്യാസ മേഖലയുടെ വ്യാപനം നവീകരണം എന്നിവ ഉന്നമിട്ടു. അടുത്തത് വികസനം. ഇന്ത്യയിൽ 1950കളിൽ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ബക്രാനങ്കൽ അണക്കെട്ട്, ധാതു ഖനനം, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാലകളുടെ നിർമ്മാണം, രാസവള നിർമ്മാണം, കാർഷിക രംഗത്ത് പുതിയ സാങ്കേതിക വിദ്യകൾ, കാർഷിക അഭിവൃദ്ധിക്കായി വളങ്ങളും കീടനാശിനികളും തുടങ്ങി വലിയ പദ്ധതികളും ഇതിൻ്റെ ഭാഗമായി നടപ്പിലാക്കി. അഭിവൃദ്ധി പാവപ്പെട്ട ജനവിഭാഗത്തിലേക്ക് സാവധാനം ഊർന്നിറങ്ങുമെന്നും അതുവഴി അസമത്വം കുറയുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലുള്ള പുത്തൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് അവർ സ്വായത്തമാക്കിയ പുത്തൻ അറിവുകൾ നേടിയെടുക്കാനുള്ള ശ്രമത്തിന് മുൻഗണന നൽകുന്നു. അടുത്തത് വികസന മാതൃകകളുടെ വിമർശനങ്ങൾ. ക്രിറ്റിസിസംസ് ഓഫ് ഡെവലപ്മെൻറ്റ് മോഡൽസ്. വികസന പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക ചെലവ് വികസ്വര രാജ്യങ്ങളെ ദീർഘകാല കടത്തിലേക്ക് തള്ളിവിടുന്നു. വികസനത്തിൻ്റെ ആനുപാതിക നേട്ടം ലഭ്യമാകാതെ ദാരിദ്ര്യവും പട്ടിണിയും പകർച്ചവ്യാധികളും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഇന്നും തുടരുന്നു. അടുത്ത വികസനത്തിൻ്റെ സാമൂഹിക ചെലവ്. ദ സോഷ്യൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. വലിയ അണക്കെട്ടുകൾ, വ്യവസായശാലകൾ, ഖനന പ്രവർത്തനങ്ങൾ, മറ്റു പദ്ധതികൾ എന്നിവയിലൂടെ വലിയൊരു ജനവിഭാഗം അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്നും ആവാസ വ്യവസ്ഥയിൽ നിന്നും കുടിയിറക്കപ്പെട്ടു. ഇത് ജീവനോപാധികളുടെ നഷ്ടത്തിനും ദാരിദ്ര്യത്തിനും കാരണമായി. നർമ്മദ നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന സർദാർ സരോവർ അണക്കെട്ടിനെതിരെ ദീർഘകാലം നടത്തിയ ജനകീയ പ്രക്ഷോഭമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. വലിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നും വലിയ ഭൂപ്രദേശത്ത് ജലസേചനം നടത്തുമെന്നും വരൾച്ചാ മേഖലയായ കച്ചിലെയും
സൗര രാഷ്ട്രീയ രാഷ്ട്ര രാഷ്ട്രീയയിലെയും സൗരാഷ്ട്രയിലെയും ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുമെന്നും അണക്കെട്ടിനെ അനുകൂലിച്ചവർ അവകാശപ്പെടുന്നു. അടുത്തത് വികസനത്തിൻ്റെ പാരിസ്ഥിതിക ചെലവ്. എൻവയോൺമെൻറ്റ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. വികസനം തീർച്ചയായും പല രാജ്യങ്ങളിലും വലിയ പാരിസ്ഥിതിക അപജയത്തിന് കാരണമാവുകയും കുടിയിറക്കപ്പെട്ടവരും അല്ലാത്തവരും ഇതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടതായും വരാറുണ്ട്. പ്രകൃതി വിഭവങ്ങളും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിനായി അനേകം സംഘടനകൾ രൂപം കൊണ്ടു. 1990-കളിൽ തെക്കുകിഴക്കൻ നൈജീരിയയിലെ ഒഗോണിയയിൽ നടന്ന പ്രകൃതിവാതകം ക്രൂഡ് ഓയിൽ ചൂഷണം നിരീക്ഷിച്ച് വംശീയ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അതിജീവനത്തിനായി പോരാടിയ പ്രസ്ഥാനമാണിത്. അടുത്തത് ദി മൂവ്മെൻറ്റ് ഫോർ ദി സർവൈവൽ ഓഫ് ഒഗോണി പീപ്പിൾ. നേതൃത്വം നൽകിയത് കെൻ സരോ-വിവെയാണ്. പരിസ്ഥിതി പ്രസ്ഥാനം ലോകത്താകമാനം ഒരു പ്രതിഭാസമായി വളരുകയും ആയിരക്കണക്കിന് ഗവൺമെൻറ് ഇതര സംഘടനകളും ഹരിത പാർട്ടികളും ഉൾക്കൊള്ളുന്ന ഒന്നായി മാറുകയും ചെയ്തു. ഗ്രീൻപീസ്, ലോക വന്യജീവി ഫണ്ട് എന്നിവ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രസ്ഥാനങ്ങളാണ്. അടുത്ത വികസന വിലയിരുത്തൽ. ആക്സസിങ് ഡെവലപ്മെൻറ്റ്. വികസനം ലോകത്തിന് ദോഷം മാത്രമേ പ്രദാനം ചെയ്യൂ എന്ന സങ്കല്പം തെറ്റാണ്. വികസനത്തിൻ്റെ സത്ഫലങ്ങൾ സമൂഹത്തിലെ പാവപ്പെട്ടവരിലേക്ക് കിനിയിറങ്ങുകയും അവരുടെ ജീവിത നിലവാരം ഉയരുകയും ചെയ്യുമെന്നാണ് കരുതിയതെങ്കിലും ആഗോളതലത്തിൽ ധനികനും ദരിദ്രനും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചു വരികയാണ്. വൻതോതിൽ വളർച്ചാ നിരക്ക് കൈവരിച്ച രാജ്യങ്ങളിൽ പോലും സമ്പത്തിൻ്റെയും വിഭവങ്ങളുടെയും നീതിയുക്തമായ വിതരണം നടക്കുന്നില്ല. സാമ്പത്തിക വളർച്ചയും വിഭവങ്ങളുടെ പുനർവിതരണവും ഒരുമിച്ച് പോകാതിരുന്നാൽ ഇതിൻ്റെ ഗുണഫലങ്ങൾ പ്രബല വിഭാഗങ്ങൾ സ്വായത്തമാക്കും. പിന്നെ സാമ്പത്തിക വളർച്ചയ്ക്ക് നൽകുന്ന അമിതമായ പ്രാധാന്യം ശരിയായ ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുന്നില്ലെന്ന് മാത്രമല്ല നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. യുണൈറ്റഡ് നേഷൻസ് പ്രോഗ്രാം, ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ ദാരിദ്ര്യം, അസമത്വം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ തുടച്ചുമാറ്റാൻ വിദഗ്ധ ഉപദേശത്തിലൂടെയും പരിശീലനത്തിലൂടെയും രാജ്യങ്ങൾക്ക് മുന്നേറാനുള്ള പിന്തുണ നൽകുന്നു. മാനവ വികസന റിപ്പോർട്ട് UNDP എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കുന്നു. ഗരീബി ഹഠാവോ, റോട്ടി കപ്പട ഓർ മക്കാൻ, ബിജ്ലി സഡക് പാനി എന്നീ ജനകീയ മുദ്രാവാക്യങ്ങൾ വെളിപ്പെടുത്തുന്ന അടിസ്ഥാന ആശയം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടല്ലാതെ അന്തസ്സായ ഒരു ജീവിതം സാധ്യമല്ലെന്നാണ്. അടുത്തത് വികസനത്തിൻ്റെ ബദൽ കാഴ്ചപ്പാടുകൾ. വികസനത്തിൻ്റെ ചെലവും നേട്ടങ്ങളും അസന്തുലിതമായിട്ടാണ് ജനങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്യപ്പെട്ടത് എന്നുള്ളത് മറ്റൊരു പോരായ്മയാണ്. വിവിധ രാജ്യങ്ങൾ സ്വീകരിച്ചിരുന്ന വികസന തന്ത്രം മുകൾത്തട്ടിൽ നിന്ന് താഴെത്തട്ടിലേക്ക് എന്നുള്ളതാണ്. രാജ്യത്തെ വികസന പ്രക്രിയയെ രൂപപ്പെടുത്തിയതും നടപ്പിലാക്കിയതും മിക്കപ്പോഴും ഇതിൻ്റെ പ്രധാന നേട്ടങ്ങൾ കൊയ്തതും ഭരണവർഗമായിരുന്നു. അവകാശങ്ങൾ, സമത്വം, സ്വാതന്ത്ര്യം, നീതി, ജനാധിപത്യം എന്നീ പ്രശ്നങ്ങളെല്ലാം ബദൽ ആലോചനയിൽ ഉയർന്നു വന്നു. അടുത്ത ശരിയായ അവകാശവാദങ്ങൾ. റൈറ്റ് ക്ലെയിംസ്. വികസനത്തിൻ്റെ ഗുണഫലങ്ങളിൽ ഏറിയ പങ്കും സമൂഹത്തിലെ ശക്തന്മാർ കവർന്നെടുക്കുകയും പരിസ്ഥിതി നാശത്തിൻ്റെയും കുടിയൊഴിപ്പിക്കലിൻ്റെയും ജീവനോപാധികളുടെ നഷ്ടത്തിൻ്റെയും ദോഷവശങ്ങൾ സമൂഹത്തിലെ പാവപ്പെട്ടവരും ദുർബലരും സഹിക്കേണ്ടതായും വരുന്നു. ഒരു പ്രത്യേക സാമൂഹിക ജീവിതം നയിക്കുകയും പ്രകൃതിക്ക് ഇണങ്ങും വിധം ബന്ധങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആദിവാസി ഗോത്ര വിഭാഗങ്ങളെയാണ് ഇത് പ്രത്യേകമായും ബാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്.